ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കട്ട സഖാക്കൾ മുതൽ കുട്ടി സഖാക്കൾ വരെ കുരുടൻ ചൂട്ടാക്കട മുതൽ സാംസ്കാരിക നായകളും കെ മുരളീധരനെ അന്നം മുടക്കിയാക്കി ചിത്രീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് അജണ്ടകളുണ്ട്. അതിൽ കുറച്ചെണ്ണം ഇതാ. പ്രതിഷേധത്തിലുണ്ട്, സേവാഭാരതിയും പ്രതിഷേധത്തിലുണ്ട്. അതിൻ്റെ കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് രണ്ടു കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ വർക്കിന് അവിടെ ജോലിക്കാർ ചെന്നപ്പോൾ സേവാഭാരതിക്കാർ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണം. ഇത് സർക്കാരിൻ്റെ സ്വത്താണ്, വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം ആലപ്പുഴയ്ക്ക് വേണ്ടി എടുത്തത്. ഞാൻ പറയാം, HDSലെ അംഗങ്ങൾ ഉൾപ്പെടെയാണ് മിനിഞ്ഞാന്നത്തെ അവലോകന യോഗം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെച്ചാ ഞങ്ങൾ വന്നതിന് ശേഷം മാറ്റിയിട്ടില്ല. ഇതിലെ UDF അംഗങ്ങൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ HDSൽ. കാരണം നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളെയാണ് HDSലെ HMSലൊക്കെ അംഗങ്ങളാക്കുക. അതിൽ ഒരാൾ പോലും ഒരു പ്രതിഷേധവും പറഞ്ഞില്ല. MLAയും MPയും ഡെപ്യൂട്ടി സ്പീക്കറുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ആക്ഷേപങ്ങളെക്കുറിച്ച് ചർച്ച വന്നത്. ആ കമ്മിറ്റിയുടെ തീരുമാനം, അത് കെ മുരളീധരന്റെ തീരുമാനമല്ല, HDSന്റെ തീരുമാനമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താനും ഈ സ്ഥലം കയ്യേറ്റക്കാരെ നിർബന്ധമായിട്ട് അവിടുന്ന് മാറ്റി നിർത്താനും. അവിടെ ഇതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും ഒന്നായതിന്റെ കാരണം എന്താ അറിയോ? അവിടെയുള്ള ഈ ലാബിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലാബിൽ അവിടെ ഈ ഒരു സംവിധാനമുണ്ട്, റീഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ, പ്രഷർ ഇതൊക്കെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പോൾ അത് വാങ്ങുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്തുള്ള രണ്ട് പ്രധാന സ്വകാര്യ ലാബുകളിൽ അവിടുന്ന് കുറി കൊടുക്കുക, അവിടെ ടെസ്റ്റ് ചെയ്ത് വരാൻ. ആ ലാബ് ആരാ നടത്തുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി, ഞാൻ ആരും പേര് പറയുന്നില്ല. ഈ രണ്ട് ലാബുകൾ ലക്ഷങ്ങൾ ലാഭെടുക്കുകയാണ്. അത് തടഞ്ഞതാണ് ഈ പ്രകോപനത്തിന് മുഴുവൻ കാരണം, അല്ലാണ്ട് പൊതിച്ചോറ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല.